Welcome to EduZone Near Perfect Learning Experience. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത പ്രോബ്ലം തന്നിരിക്കുന്നത് എ വയർ 1 meter long cut into 2 pieces, one of which is bent into a square and another to an equilateral triangle. എന്താണ് ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് 1 മീറ്റർ നീളമുള്ള ഒരു വയർ, ഇതാണ് 1 മീറ്റർ നീളമുള്ള വയർ എന്ന് നമുക്ക് വിചാരിക്കാം. അതിനെ 2 പീസായി കട്ട് ചെയ്തു. എത്ര വീതമാണെന്ന് അവർ പറഞ്ഞിട്ടില്ല, 2 പീസായി കട്ട് ചെയ്തു. അപ്പോൾ ഈ വയറിനെ 2 പീസായിട്ട് കട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അടുത്തത്, അതിനെ ഒരു പീസിനെ സ്ക്വയർ ആയിട്ടും അനദർ ടു ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, മറ്റേതിനെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആക്കിയിട്ട് അവർ ബെൻഡ് ചെയ്തു. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് വ്യത്യാസമാണേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെ സെയിം ഒരു ബെൻഡ് ചെയ്തിട്ട് ഈക്വലാറ്ററൽ ട്രയാങ്കിളും സ്ക്വയർ ആക്കി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ആ പ്രോബ്ലം കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെ നമ്മൾ ചെയ്തതെന്നൊക്കെ. അപ്പോൾ ഇവിടെ ഒരു പീസിനെ നമ്മൾ ബെൻഡ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ആക്കി എന്ന് പറയുന്നു. ഈ പീസിനെ ബെൻഡ് ചെയ്തൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആക്കിയെന്ന് പറയുന്നു. എന്താണ് ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ അല്ലേ. എന്താണ് സ്ക്വയർ? എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു 4 സൈഡുള്ള ഫിഗർ അല്ലേ, അതിൽ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്, ഈക്വലാറ്ററൽ ട്രയാങ്കിളിൽ എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയർ നമ്മൾ കട്ട് ചെയ്തിട്ട് 2 പീസ് ആക്കുന്നു. ഈക്വൽ പീസ് എന്ന് അവർ പറയുന്നില്ല, അത് നമുക്കറിയില്ല, നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കാനുള്ളത്. ഈ എത്രയായിട്ടാണ് ഈ വയറുകൾ കട്ട് ചെയ്യുന്നത്, എത്ര മീറ്റർ വീതമാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, പക്ഷെ അവർ ക്ലൂ തന്നിട്ടുള്ളത് അവരിത് ബെൻഡ് ചെയ്തിട്ട് ഒരു പീസ് ബെൻഡ് ചെയ്തിട്ട് ഒരു സ്ക്വയറും മറ്റേ പീസ് ബെൻഡ് ചെയ്തിട്ട് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളും ആക്കിയിട്ട് മാറ്റിയെന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്, 3 times the side of the square. അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ സൈഡൊന്നും അവർ തന്നിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ സ്ക്വയറിൻ്റെ സൈഡിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, അതുപോലെ ട്രയാങ്കിളിൻ്റെ സൈഡിനെ വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ അടുത്ത ടേം നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. ഇത് വായിച്ചു നോക്കൂ. The 3 times the side of the square. 3 times the side of the square എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്ക്വയറിൻ്റെ സൈഡിനെ എക്സ് ആയിട്ട് എടുക്കാന്നാണല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ സൈഡിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനെ വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം എക്സ് ആയിരിക്കില്ലേ, അതുപോലെ ഇതെല്ലാം വൈ ആയിരിക്കില്ലേ? കാരണം ഇത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം ഇതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, ഇതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. നമ്മളൊരു സൈഡ് സ്ക്വയറിൻ്റെ എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ വൈ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത വായിച്ച് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. അതിൽ നിന്ന് 3 times the side of the square. 3 times the side of the square എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3x ആയിരിക്കില്ലേ അല്ലേ, 3x ആയിരിക്കും. ഇനി ആൻഡ് 2 times the side of the equilateral triangle. 2 times എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇരട്ടി. അതായത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഒരു സൈഡ് നമ്മൾ വൈ ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 times a side of equilateral triangle എന്ന് പറഞ്ഞാൽ എന്താ? 2 into y അല്ലേ. അപ്പോൾ 2y makes എന്താണ്? 71 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മേക്സ് എന്ന് പറഞ്ഞാൽ അവർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 71 സെൻറ്റിമീറ്റർ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ 3 ഇരട്ടിയും ഒരു സൈഡിൻ്റെ 3 ഇരട്ടിയും ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഒരു സൈഡിൻ്റെ 2 ഇരട്ടിയും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന നീളം എത്രയാണ്? 71. അതാണ് നമുക്ക് ഈ സെക്കൻഡ് സെൻറ്റൻസ് മനസ്സിലാകുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ പീസസ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പീസുകളുടെ ലെങ്ത് ആണ് കാണേണ്ടത്. അതായത് ഈ സ്ക്വയർ ഉണ്ടാക്കാൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസും ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ കട്ട് ചെയ്തെടുത്ത പീസുമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കിവിടെ എന്തായിരിക്കും കാണേണ്ടത്? ഈ സ്ക്വയറിൻ്റെ പെരിമീറ്ററും അതുപോലെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും ആയിരിക്കില്ലേ കാണേണ്ടത്. കാരണം എന്താ? ഇതിൻ്റെ പെരിമീറ്റർ ആണ് ഈ ലെങ്ത് അല്ലേ, ഈ വയറിൻ്റെ ലെങ്ത്. ഇതിൻ്റെ പെരിമീറ്റർ ആണ് ഈ വയറിൻ്റെ ലെങ്ത്. കാരണം ഈ വയറുകൾ തമ്മിൽ ബെൻഡ് ചെയ്തിട്ടാണ് ഈ 2 ഫിഗർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ കണ്ടാൽ ഇതിൻ്റെ ലെങ്ത്തും ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടാൽ ഈ വയറിൻ്റെ ലെങ്ത്തും നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി ഇത് ഒരു ഇക്വേഷൻ നമുക്കിവിടെ അവർ തന്നെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടില്ലേ? എന്താണ്? 4x അല്ലേ, ഇവിടെ എന്താണ്? 3y. ഇതിൻ്റെ പെരിമീറ്റർ 4x അല്ലേ.
അതായത് ഒരു സൈഡിന് എക്സ് ആണെങ്കിൽ 4 സൈഡ് ഉണ്ട് അല്ലേ? അപ്പൊ 4 സൈഡിനും കൂടെ നീളം 4x ആയിരിക്കും. ഇവിടെ ഒരു സൈഡ് y ആണെങ്കിൽ 3 സൈഡിന്റെയും കൂടെ നീളം 3y ആയിരിക്കും. അത് മൊത്തം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് വയറും കൂട്ടിയതിന് തുല്യമല്ലേ അത്? അതിന്റെ നീളമല്ലേ 1 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്തൂടെ? അതായത് 4x plus 3y is equal to 1 meter. ഇവിടെ 1 എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് ഇതിനെ സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഇത് 1 മീറ്ററിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ 1 മീറ്ററിന് നമുക്ക് 100 സെന്റിമീറ്റർ എന്ന് എഴുതാം. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു ഇക്വേഷനിൽ അവര് 71 സെന്റിമീറ്റർ എന്ന് തന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് മൊത്തം ചെയ്യുമ്പോൾ ഒരേ യൂണിറ്റിലാക്കാൻ നമുക്ക് ഈ 1 മീറ്ററിനെ 100 സെന്റിമീറ്റർ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 100 എന്ന് എഴുതാം അല്ലേ? ഇതെന്താണ് ഈ ഇക്വേഷൻ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായോ? 4x എന്ന് പറയുന്നത് ഇതിന്റെ പെരിമീറ്റർ ആണ്, ആരുടെ? സ്ക്വയറിന്റെ. ഇനി 3y എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ്. കാരണം ഇതിന് 4 സൈഡ് ഉണ്ട്, അതെല്ലാം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ചെയ്താൽ നമുക്ക് 4x കിട്ടും അല്ലേ? അത് തന്നെയല്ലേ ഈ വയറിന്റെ നീളം. കാരണം ഈ വയറും മടക്കി ബെൻഡ് ചെയ്തല്ലേ നമ്മൾ ഈ ഫിഗർ ഉണ്ടാക്കിയത്. അതുപോലെ ഇതും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അപ്പൊ നമുക്ക് 3y എന്ന് പറഞ്ഞാൽ ഈ 3y കൂടെ കൂട്ടിയത്, അതായത് ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ലെങ്ത്തുകൾ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ഈ വലിയ വയറിന്റെ ലെങ്ത് തന്നെയല്ലേ കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. 4x plus 3y is equal to 100. അപ്പൊ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2. ഇത് നമുക്ക് ഈ സെന്റൻസ് നമ്മൾ ഫോം ചെയ്ത ഇക്വേഷൻ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ഇതിന്റെ അടിയിൽ എഴുതാം. 3x plus 2y is equal to 71. അപ്പൊ ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ എക്സിന്റെ വൈയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? രണ്ട് ഇക്വേഷൻ കിട്ടി ആഡ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷെ നമ്മൾ വാരിയബിൾ ഏതെങ്കിലും ഒരു വാരിയബിളിലുള്ള ടേമിൽ നമ്മൾ 0 ആക്കാറുണ്ട് അല്ലേ? അതിനുവേണ്ടി ഇവിടെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ രണ്ടും വ്യത്യസ്തമാണ്, രണ്ടിൻ്റെയും കോമൺ ടേബിൾ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ തൊട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇതിനെ 3 കൊണ്ടും ഇതിനെ 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ രണ്ടും നമുക്ക് ഇവിടെയും 12 ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഒരേ കോഎഫിഷ്യൻ്റ് ആകുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പക്ഷെ രണ്ടും പ്ലസ്സിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു ടേമിനെ നമ്മൾ മൈനസ് കൊണ്ടുകൂടെ ഇൻറ്റു ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നമുക്കിനി ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ 3 കൊണ്ടും ഇവിടെ നമ്മൾ ഈ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ? അതായത് ഈ ടേമിനെ ഈ 3 കൊണ്ടും ഈ 4 ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യുമ്പോൾ 12 കിട്ടും, ഇത് ചെയ്യുമ്പോഴും 12 കിട്ടും. അപ്പോൾ അതിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 12 ആയി മാറും. ഇനി ഞാൻ പറഞ്ഞു അത് കട്ട് ചെയ്ത് പോകണമെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ സൈൻ മാറ്റണം എന്നാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമുക്ക് ഒന്നെങ്കിൽ -3 അല്ലെങ്കിൽ ഇതിന് -4 കൊണ്ട് ഗുണിക്കാം, അങ്ങനെ ആക്കാം. അപ്പോൾ ഞാനിവിടെ മുകളിൽ -3 കൊണ്ട് ഗുണിക്കുന്നുണ്ട്, അടിയിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ എഴുതാൻ പറ്റുക നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ഇനി 3 കൊണ്ട് ഇതിനെ എല്ലാ ടേമിനും ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ പറയുന്നതാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ ഇക്വേഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. അല്ലാതെ ഫസ്റ്റ് ടേമിന് മാത്രമല്ല. ഫസ്റ്റ് ടേമിന് ഈക്വൽ ആക്കാൻ വേണ്ടി ഫസ്റ്റ് ടേമിന് മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ. ദ ഹോൾ ഇക്വേഷൻ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ -3നെ എല്ലാ ടേമും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് വരും? 3 × 4 12, -3 × 4 -12, -12x പ്ലസ് ആണോ മൈനസ് ആണോ? -3 × 3y എന്ന് പറയുമ്പോൾ -9y അല്ലേ? അപ്പോൾ -9y ഇനി ഇസ് ഈക്വൽ ടു -3 × 100 -300 ഇങ്ങനെ കിട്ടും അല്ലേ? നമുക്ക് ഒരു ഇക്വേഷൻ എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത ഇക്വേഷനിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. കാരണം എന്താണ്? എന്നാലും നമുക്കിവിടെ കോഎഫിഷ്യൻ്റ് 12 ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സിൻ്റെ ടേം കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ 4 കൊണ്ട് അടിയത്തെ ടേമിന്, എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യാത്തതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഏതെങ്കിലും ഒരു ടേമിന് മൈനസ് ആക്കിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഒരു എണ്ണത്തിന് മൈനസ് ആ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല, വെറും 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. കാരണം ഇവിടെ അടിയിൽ നമുക്ക് +12x ആണ് വരേണ്ടത്, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റു ചെയ്യുമ്പോൾ 12x എന്ന് കിട്ടും. ഇനി 4 × 2 8 അല്ലേ? 8y എന്ന് കിട്ടും. അത് പ്ലസ് തന്നെയാണ്, കാരണം ഇതൊക്കെ പ്ലസ് അല്ലേ. ഇനി 4 × 71 ചെയ്യണം.
4 into 71 ചെയ്യുമ്പോൾ 284 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിത് രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇങ്ങനെ എഴുതാനുള്ള കാരണം നമുക്ക് ഇവിടെ ഒരു ടേം കോഎഫിഷ്യന്റ് ഈക്വൽ ആയിട്ട് വന്ന് ഇതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് നമ്മൾ പല പ്രോബ്ലങ്ങളും ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് പ്രോബ്ലത്തിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് പഠിച്ചവർക്ക് ഇത് ഈസി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി അല്ലേ. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഈ ടേം ക്യാൻസൽ ചെയ്ത് 0 ആവും അല്ലേ. ഒരു -12x ഒരു +12x കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് 0 ആയി. ഇനി അടുത്ത ടേമുകൾ -9y + 8y, ഒരു പ്ലസും ഒരു മൈനസും ആഡ് ചെയ്യുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് അല്ലേ. വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. അപ്പോൾ ഇതിലേതാണ് വലിയ നമ്പർ, -9 അല്ലേ. അതായത് 9 8 കുറയ്ക്കാം, അപ്പോൾ 1 കിട്ടി അല്ലേ. അപ്പോൾ 1y എന്ന് കിട്ടി. കോഎഫിഷ്യൻ്റ് അവിടെ y ആണല്ലോ വാരിയബിൾ, ഓപ്ഷൻ 1 കിട്ടി. ഇനി ഇതിൽ ഏത് സൈൻ കൊടുക്കണം, പ്ലസ് വേണോ മൈനസ് വേണോ? വലുതിൻ്റെ ചിഹ്നം വലുതാരാണ്, 9 അല്ലേ. അപ്പോൾ 9ൻ്റെ ചിഹ്നം എന്താണ്, മൈനസ് അല്ലേ. അപ്പോൾ മൈനസ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഈക്വൽ ടു ഇവിടെ -300 ഉണ്ട് +284 ഉണ്ട്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ നിങ്ങൾ കുറയ്ക്കുക, എന്നിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നമായിട്ടുള്ള മൈനസ് നമ്മൾ ഉത്തരത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 300 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് നമ്മൾ 284 മൈനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, മൈനസ് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഇവിടെ 6 എന്ന് കിട്ടി. ഇവിടെ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 16 എന്ന് കിട്ടും. അപ്പോൾ 16 എന്ന് കിട്ടും. ചിഹ്നം ഏതാണ്, ഈ വലിയ നമ്പറിലെ ചിഹ്നം, അതായത് മൈനസ് തന്നെയാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് -16 എന്ന് കിട്ടും. എന്ത്, -1y = -16. നമ്മൾ -1y എന്ന് എഴുതാറില്ല, -y ഒന്നാണ് കോഎഫിഷ്യൻ്റ് എങ്കിൽ നമ്മളത് എഴുതാറില്ല, y എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ -y = -16 എന്ന് കിട്ടി അല്ലേ ഈ ഇക്വേഷൻ. അപ്പം രണ്ട് സൈഡിലും മൈനസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ y = നമുക്ക് എന്ത് കിട്ടും, 16 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് y-യുടെ വാല്യൂ എന്ത് കിട്ടി, 16 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ y-യുടെ വാല്യൂ നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇതിലോ അല്ലെങ്കിൽ ഈ ഇക്വേഷനിലോ ഇട്ട് കൊടുത്താൽ നമുക്ക് x-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ y-യുടെ വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കാം. അല്ലെങ്കിൽ 4x + 3y = 100 ആ ഇക്വേഷനിൽ ഇട്ടാലും മതി. നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ എഴുതിയില്ലേ, 4x + 3y = 100 എന്ന ഇൻറ്റു ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എഴുതിയ ഇക്വേഷൻ, അതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആരുടെ വാല്യൂ, ഈ y-യുടെ വാല്യൂ. ഇനി 4 × x-ൻ്റെ വാല്യൂ അറിയില്ല, +3 × 16 ആണ് നമുക്കിപ്പോൾ y-യുടെ വാല്യൂ കിട്ടിയത്. അത് ഞാൻ ഈ y-യുടെ പകരം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 100 ആണ് അല്ലേ ഇപ്പുറത്ത്. ഇനി 4x അവിടെ നിൽക്കട്ടെ, പ്ലസ് ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 48 എന്ന് കിട്ടും, = 100 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, 4x ഇവിടെ നിർത്താം, 100 മൈനസ് ഈ 48 അങ്ങോട്ട് പോകുമ്പോൾ -48 എന്നാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4x = 100 എന്ന് 48 പോയാൽ 100 എന്ന് 50 പോയാൽ 50 ആണ് അല്ലേ. അപ്പോൾ 52 എന്ന് കിട്ടും അല്ലേ, 52. അതായത് 100 എന്ന് 48 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 52 എന്ന് കിട്ടും. ഇനി x = 52/4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 52/4 എന്ന് പറയുമ്പോൾ 13 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് 13 എന്ന് കിട്ടി. x-ൻ്റെ വാല്യൂ 13, y-യുടെ വാല്യൂ 16. അപ്പോൾ നമുക്ക് x-ൻ്റെയും y-യുടെയും വാല്യൂസ് കിട്ടി. അതായത് ഇതിൻ്റെ ഒരു സൈഡ് x എന്ന് പറയുന്നത് നമുക്ക് 13 എന്ന് കിട്ടി, ഇത് 13 എന്ന് കിട്ടി. y-യുടെ വാല്യൂ ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് 16 എന്ന് കിട്ടി. അപ്പോൾ ഇതെല്ലാം 16 ആയിരിക്കും അല്ലേ. ഇവിടെ ഇതും 16 ആയിരിക്കും. ഇവിടെയോ ഇതിൻ്റെ ഒരു സൈഡ് അതായത് x 13, അപ്പോൾ ഇതും എല്ലാം എന്തായിരിക്കും, 13 വീതമായിരിക്കും അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് x-ൻ്റെയും y-യുടെയും വാല്യൂ കണ്ടുപിടിക്കാനല്ല, അതായത് ഇതിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിക്കാനല്ലല്ലോ ചോദ്യം. എന്താണ് ചോദ്യം, വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ പീസസ്, ഈ രണ്ട് പീസിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. ഈ പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 + 13 + 13 + 13 ആണ് അല്ലേ. ഈ പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 + 16 + 16 ആണ്. അതായത് ഇതാണെങ്കിൽ 4 × 13, ഇതാണെങ്കിൽ 3 × 16. അതാണ് നമുക്ക് വരുന്ന ഈ രണ്ട് വയേഴ്സിൻ്റെ ലെങ്ത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ലെങ്ത് ഓഫ് പീസസ്
ഒന്ന് 13x4, അതായത് ഇത് സ്ക്വയർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച പീസിന്റെ നീളം, അതായത് ഈ വയറിന്റെ നീളമാണ് 13x4, 52 എന്ന് കിട്ടും അല്ലേ. ഇനി മറ്റേ ഇതിന്റെയോ ഈ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചതിന്റെ നീളം കാണണമെങ്കിൽ 3 സൈഡല്ലേ ഉള്ളൂ. അപ്പൊ 16x3 മതി അല്ലേ. ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 78 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 48 എന്ന് കിട്ടും. ഓക്കെ, 48 എന്ന് കിട്ടും. അതായത് ഇതെന്താണ്? ഈ പീസിന്റെ നീളം, അതായത് ട്രയാങ്കിൾ, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച വയറിന്റെ നീളമാണ് കിട്ടുക. ഇതെന്താണ്? സ്ക്വയർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്ത ഈ വയർ, കട്ട് ചെയ്ത ഈ വയറിന്റെ നീളം. അപ്പൊ നമുക്ക് ആദ്യത്തെ വയറിന്റെ നീളം 52 എന്നും ഇത് 48 എന്നും കിട്ടി. ഇനി നമുക്കിത് ശരിയാണോ എന്ന് വെറുതെ ഒന്ന് നോക്കാം. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100 കിട്ടുന്നില്ലേ? അതായത് 100 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നില്ലേ? ഈ വയറും ഈ വയറും കൂട്ടിയാലല്ലേ 100 സെന്റിമീറ്റർ കിട്ടേണ്ടത്. നോക്കൂ, ഇത് 52 ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടി, ഇത് 48 ആണെന്ന് കിട്ടി. ഈ രണ്ട് വയറുകളുടെ നീളം തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടണ്ടേ? കിട്ടുന്നില്ലേ അതവിടെ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഈ പ്രോബ്ലം ചെയ്ത് ശരിയാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത് ഒരു ഈസി പ്രോബ്ലം തന്നെയാണ്. പക്ഷെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കി ഇക്വേഷൻ ഫോം ചെയ്ത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് ഒന്നും തെറ്റാതെ ചെയ്യണം. എവിടെയെങ്കിലും നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ മൊത്തം തെറ്റിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 16 ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ പ്രോബ്ലം നോക്കാം. 4 years ago, Rahim's age was 3 times the age of Ramu. എന്താ പറയുന്നത്? 4 years ago, 4 വർഷം മുമ്പ് റഹീമിന്റെ ഏജ് രാമുവിന്റെ ഏജിന്റെ 3 ടൈംസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ റഹീമിന്റെ ഏജ് 1, രാമുവിന്റെ ഏജ് 1 ആണെങ്കിൽ റഹീമിന്റെ ഏജ് 3 എന്ന് പറയുന്ന പോലെ 1 × 3, 3 ടൈംസ് അതുപോലെ. ഓക്കെ, 3 ഇരട്ടി. അതായത് രാമുവിന് എത്രയാണോ വയസ്സ് അതിന്റെ 3 ഇരട്ടിയാണ് റഹീമിന്റെ വയസ്സ്. എപ്പോ? 4 years ago, 4 വർഷം മുമ്പത്തെ കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ആഫ്റ്റർ 2 years, ഇനി 2 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് ഇപ്പം ഉള്ളതിന് 2 വർഷം കഴിഞ്ഞപ്പോൾ ദിസ് വുഡ് ബിക്കം 2 ടൈംസ്. അതെന്തായി മാറി? 2 ടൈംസ് എന്ന് വെച്ചാൽ 2 ഇരട്ടിയായി. ഓക്കെ, അപ്പോൾ 4 വർഷം മുമ്പ് 3 ഇരട്ടിയായിരുന്നു രാമുവിന്റെ വയസ്സിന്റെ 3 ഇരട്ടിയായിരുന്നു റഹീമിന്റെ വയസ്സ്. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോൾ റഹീമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 2 ഇരട്ടിയായി. ഓക്കെ, അപ്പം ഇതിന്ന് നമുക്ക് രാമുവിന്റെ റഹീമിന്റെ വയസ്സാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് നമുക്ക് അവരുടെ ഇപ്പോഴുള്ള വയസ്സാണ് കാണേണ്ടത്, പ്രസന്റ് വയസ്സാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് അവരുടെ ഇപ്പോഴത്തെ വയസ്സിനെ എക്സും വൈയും ആയിട്ട് എടുക്കാം. ഓക്കെ, നൗ ദെയർ ഏജ്, ഇപ്പോഴത്തെ വയസ്സിനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എക്സ് ബി ഏജ് ഓഫ് റഹീം, റഹീമിന്റെ വയസ്സിനെ ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ആൻഡ് വൈ ബി ഏജ് ഓഫ് രാമു, വൈനെ ഞാൻ രാമുവിന്റെ വയസ്സായിട്ടും എടുത്തു. ഇനി അവർ പറയുന്ന കണ്ടീഷൻ എന്താണ്? 4 years ago, 4 വർഷം മുമ്പ്. 4 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്ന ആളുടെ, എക്സ് അല്ലേ റഹീമിന്റെ വയസ്സ് ഇപ്പോഴത്തെ. അപ്പൊ 4 വർഷം മുമ്പ് ആളുടെ വയസ്സ് എത്രയായിരിക്കും? എക്സ് - 4 ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് 4 years എഗോയിലെ കാര്യം ഒന്ന് എഴുതാം. 4 years ago റഹീമിന്റെ വയസ്സ് എന്തായിരിക്കും? എക്സ് - 4 ആയിരിക്കും. ഇപ്പുള്ള വയസ്സിൽ നിന്ന് 4 വയസ്സ് കുറവായിരിക്കുമല്ലോ, അതാണ് എക്സ് - 4. ഇനി അപ്പൊ രാമുവിന്റെ വയസ്സ് എന്തായിരിക്കും? രാമുവിന്റെയും വൈ ആണല്ലോ ഇപ്പോഴത്തെ വയസ്സ്, അതിൽ നിന്ന് 4 കുറവായിരിക്കും രണ്ടാളുടെയും. ഓക്കെ, അപ്പൊ 4 വർഷം മുമ്പ് ഇങ്ങനെയാണ്. അപ്പൊ അവർ പറയുന്നത് റഹീമിന്റെ ഏജും രാമുവിന്റെ ഏജും തമ്മിലൊരു കണ്ടീഷൻ പറയാണ് അവര്. റഹീമിന്റെ ഏജ് രാമുവിന്റെ വയസ്സിന്റെ 3 ഇരട്ടിയാണ് ആ സമയത്ത്. എപ്പോ? 4 വർഷം മുമ്പ്. അപ്പൊ ഇതാണ് നമ്മൾ എടുക്കേണ്ടത്, കാരണം 4 വർഷം മുമ്പത്തെ അവരുടെ ഏജ് ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ റഹീമിന്റെ ഏജ് എക്സ് - 4 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു
രാമുവിൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടി. രാമുവിൻ്റെ വയസ്സ് എത്രയാണ്? 4y - 4 ആണ് അല്ലേ, 4 വർഷം മുമ്പ്. അതിൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ ഇൻറ്റു 3 അല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? ഈ സ്റ്റെപ്പ് നന്നായി മനസ്സിലാക്കണം. ഓക്കെ, ഇതവരുടെ പ്രസന്റ് ഏജ് ആണ്. എക്സ് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് റഹീം ആൻഡ് വൈ ബി ദ പ്രസന്റ് ഏജ് ഓഫ് രാമു. ഇപ്പോഴത്തെ അവരുടെ വയസ്സാണത്. ഇനി 4 വർഷം മുമ്പെന്ന് പറയുന്നത്, മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മൈനസ് ചെയ്യല്ലേ വേണ്ടത് നമ്മുടെ വയസ്സിന്ന്. ഇപ്പം എനിക്ക് 20 വയസ്സുണ്ട് ഇപ്പോൾ, 4 വർഷം മുമ്പ് എനിക്ക് 16 വയസ്സാണ് അല്ലേ. അപ്പം അതുപോലെ റഹീമിൻ്റെ 4 വർഷം മുമ്പത്തെ വയസ്സ് എന്താണ്? ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണെങ്കിൽ 4 വർഷം മുമ്പ് റഹീമിൻ്റെ വയസ്സ് x-4 അല്ലേ. ഇനി രാമുവിൻ്റെ വയസ്സോ? രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് y ആണ്, 4 വർഷം മുമ്പ് y-4 ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. ഇനി അവിടെ ആ സമയത്തുള്ള കണ്ടീഷനാണിത്. അപ്പോൾ നമ്മുടെ റഹീം, ഇതല്ല റഹീമിൻ്റെ വയസ്സ്. റഹീമിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് രാമുവിൻ്റെ വയസ്സാണെന്നാണ് പറയുന്നത്. രാമുവിൻ്റെ വയസ്സ് എത്രയാണ്? 4 വർഷം മുമ്പ് y-4. അതിൻ്റെ 3 ഇരട്ടി ഇൻറ്റു 3, അത് ഈസ് ഈക്വൽ ടു ആണ് ആരുടെ വയസ്സ്? റഹീം. അപ്പോൾ ഇതിൽ മൂത്ത ആൾ ആരാണ്? ഏജ്ഡ് ആയിട്ടുള്ള ആൾ റഹീമാണ്. ഓക്കെ, അപ്പോൾ റഹീമിൻ്റെ വയസ്സ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് രാമുവിൻ്റെ വയസ്സ്. മനസ്സിലായല്ലോ? അടുത്തത് അവർ പറയുന്നത് ആഫ്റ്റർ 2 ഇയേഴ്സ്, അതായത് ഇപ്പോഴുള്ള വയസ്സിൻ്റെ 2 വർഷങ്ങൾക്ക് ശേഷം. ഇപ്പോഴുള്ള വയസ്സ് എക്സ് ആണല്ലോ, 2 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ 2 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയസ്സ് 2 കൂടും അല്ലേ. അപ്പോൾ ഇപ്പോഴുള്ള വയസ്സിൻ്റെ 2 കൂടുതലായിരിക്കും ആരുടെ വയസ്സ്? ഇത് റഹീമിൻ്റെ വയസ്സ് അല്ലേ. റഹീമിൻ്റെ വയസ്സ് x+2 ആയിരിക്കും. അപ്പോൾ നമ്മുടെ രാമുവിൻ്റെ വയസ്സോ y+2 ആയിരിക്കും അല്ലേ. രാമുവിൻ്റെ വയസ്സ് രണ്ടാമത്തെ കണ്ടീഷനാണ് പറയുന്നത് ആഫ്റ്റർ 2 ഇയേഴ്സ്. അവരുടെ വയസ്സെന്ന് പറയുന്നത് റഹീമിൻ്റെ വയസ്സ് രാമുവിൻ്റെ വയസ്സിൻ്റെ 2 ഇരട്ടിയാണ്. അപ്പോൾ അത് നമുക്ക് എഴുതാം. അപ്പോൾ 2 വർഷത്തിന് ശേഷം ഇവരുടെ വയസ്സ് നമ്മൾ ആദ്യം എഴുതണം, എന്നിട്ട് വേണം നമ്മൾ ഈ ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ 2 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരുടെ വയസ്സിൻ്റെ കൂടെ 2 കൂട്ടണം, x+2. പിന്നെ അതുപോലെ രാമുവിൻ്റെ വയസ്സും y+2, അപ്പോൾ 2 വയസ്സ് കൂടി. ഇനി ഈ കണ്ടീഷൻ പറഞ്ഞ ഇക്വേഷൻ നോക്കാം. റഹീമിൻ്റെ വയസ്സ് എത്രയാണ് ഇവിടെ? x+2 അല്ലേ എന്ന് പറയുന്നത് രാമുവിൻ്റെ വയസ്സിൻ്റെ y+2 ആണ് രാമുവിൻ്റെ വയസ്സ്. ഇത് ട്വൈസ് ആണ്, കണ്ടോ? 2 ടൈംസ് ആണ്. 2 ടൈംസ് ആണ്, ട്വൈസ് ആണ്, അതായത് ഇൻറ്റു 2 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ 2 കണ്ടീഷൻ നമ്മൾ എഴുതിയെടുത്തു. പക്ഷെ ഇവിടെ 2 കണ്ടീഷൻ വന്ന് 4 ഇയേഴ്സ് എഗോ, ആഫ്റ്റർ 2 ഇയേഴ്സ്. ഇത് രണ്ടും നിങ്ങൾ മറക്കരുത്. അതായത് വെറുതെ x+y അങ്ങനെ ഇട്ടാൽ പോരാ ഇവിടെ. ഓക്കെ, നമ്മൾ ഈ കണ്ടീഷൻ പറയുന്നതിനനുസരിച്ച് നമ്മളിവിടെ എഴുതണം, എങ്കിലേ നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. അടുത്തത് ഇനി നമുക്കിതിനെ ചെയ്ത് നോക്കാം അല്ലേ. ഈ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഫോമിൽ ഇതിനെ എഴുതാം. അപ്പോൾ ഈ ഫസ്റ്റ് കേസിനെ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ നമുക്ക് എഴുതുമ്പോൾ എന്ത് കിട്ടും? x-4 ഇവിടെ തന്നെ എഴുതാം. ഇതാണ് നമുക്ക് കിട്ടിയ 2 കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എഴുതിയ ഇക്വേഷൻ. ആദ്യത്തെ x-4 അങ്ങനെ തന്നെ എഴുതി, ഇസ് ഈക്വൽ ടു 3 കൊണ്ട് ബ്രാക്കറ്റിൽ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 × y 3y മൈനസ് 3 × 4 12 ഇങ്ങനെ കിട്ടി. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ ഫോമിൽ എഴുതാൻ വേണ്ടി എക്സിനെയും വൈനെയും ഒരു സൈഡിലും നമ്പേഴ്സിനൊക്കെ ആ സൈഡിലും വെക്കാം. അപ്പോൾ എക്സ് ഇവിടെ ഉണ്ട്, ഈ 3y ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം അത് -3y ആവും അല്ലേ. അവിടെ +3y ആയിരുന്നു, ഇവിടെ -3y ഇസ് ഈക്വൽ ടു ഈ -12 ഇവിടെ തന്നെ ഉണ്ട്. ഇത് +4 അങ്ങോട്ട് -4 അങ്ങോട്ട് പോകുമ്പോൾ +4 ആവും. അപ്പോൾ ഇതെന്ത് കിട്ടി? x-3y ഇസ് ഈക്വൽ ടു ഒരു പ്ലസ് മൈനസ് ആഡ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലിയ നമ്പറിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ 12ൽ നിന്ന് 4 പോയ 8, വലുതിൻ്റെ ചിഹ്നം മൈനസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x-3y ഇസ് ഈക്വൽ ടു -8. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി, x-3y ഇസ് ഈക്വൽ ടു -8. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. നമ്മൾ ഈ കണ്ടീഷനിൽ ഫോം ചെയ്ത ഈ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷനാണ് എക്സും വൈയും വെച്ചിട്ട്. ഓക്കെ, ഇനി അടുത്തത് ഇതിനെ അതുപോലെ എഴുതാം. ഈ സെക്കൻഡിനെ അതിന് നമുക്ക് എന്ത് എഴുതാം? x+2 ഇസ് ഈക്വൽ ടു 2 × y+2 എന്നാണ് അല്ലേ. അതിന് x+2 ഇവിടെ തന്നെ നിൽക്കട്ടെ. ഈ 2 കൊണ്ട് ബ്രാക്കറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × y 2y, 2 × 2 4. ഇനി എക്സിനെയും വൈനെയും ഒരു സൈഡിലും നമ്പേഴ്സിനെയൊക്കെ ഒരു സൈഡിലും. അപ്പോൾ എക്സ് ഇവിടെ ഉണ്ട്, ഈ 2y ഇങ്ങോട്ട് വരുമ്പോൾ -2y ആയി ഇസ് ഈക്വൽ ടു ഈ 4 ഇവിടെ തന്നെ ഉണ്ട്, ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ +2 ആണ്, അവിടേക്ക് പോകുമ്പോൾ -2y. അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടും? x - 2y
എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, 2 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി അല്ലേ. ഇനി ഈ ഇക്വേഷൻസ് നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ അങ്ങ് ആഡ് ചെയ്താൽ പോരെ. ഇവിടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, രണ്ടും എക്സ് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ മറ്റേ സ്റ്റെപ്പിലെ പോലെ കോഎഫിഷ്യൻ്റ് ഇവിടെ ഈക്വൽ ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി, പക്ഷെ ഒരു മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യണം, കാരണം ഇവിടെ രണ്ടും എക്സ് പ്ലസ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ ഒരു എണ്ണത്തിന് മൈനസ് ആക്കി മാറ്റണം. അപ്പോൾ ഈ ടേമിനെ ഞാൻ മൈനസ് ആക്കാൻ പോവാണ്, മൈനസ് കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഞാൻ ഈ സ്റ്റെപ്പ് ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ടേമിൽ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ആയി, മൈനസ് ഇൻറ്റു മൈനസ് 3y പ്ലസ് 3y ആയി, ഇസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് 8 പ്ലസ് 8 ആയി അല്ലേ. 1 ഇക്വേഷൻ ഇങ്ങനെയായി. ഇനി രണ്ടാമത്തേന് നമ്മൾ മാറ്റമൊന്നും വരുത്തുന്നില്ല, അതങ്ങനെ തന്നെ നമ്മൾ എഴുതും. ഓക്കെ, ഇനി നമ്മളിത് തമ്മിൽ ആഡ് ചെയ്യുന്നു. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്യുമ്പോൾ ഇത് 0 ആയി അല്ലേ, ഒരു പ്ലസ് എക്സ് ഒരു മൈനസ് എക്സും 0. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ രണ്ടും ഡിഫറൻസ് സൈനാണ്. അപ്പോൾ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ വലുതിന് ചെറുത് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് y എന്ന് കിട്ടും, 1y. വലുതിൻ്റെ ചിഹ്നം പ്ലസ് തന്നെയാണ്, 3യുടെ ചിഹ്നം പ്ലസ് ആണ് ഇവിടെ അല്ലേ. വലുത് ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും 8 രണ്ടും കൂട്ടുമ്പോൾ 10, രണ്ടും പ്ലസ്സിലാണ് കിടക്കുന്നത്, അപ്പോൾ കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് y ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. അപ്പോൾ y ആരാണ്, റഹീമിൻ്റെ വയസ്സാണ്, സോറി രാമുവിൻ്റെ വയസ്സാണ് അല്ലേ y എന്ന് പറയുന്നത്. അപ്പോൾ രാമുവിൻ്റെ വയസ്സ് നമുക്ക് എന്ത് കിട്ടി, y എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, റഹീമിൻ്റെ വയസ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലോ അല്ലെങ്കിൽ ഈ ഇക്വേഷനിലോ ഏതിലെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് കിട്ടും. ഞാനിപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 2 അല്ലേ. അപ്പോൾ എക്സ് നമുക്ക് അറിയത്തില്ല, 2 ഇൻറ്റു വൈയുടെ വാല്യൂ നമ്മൾ 10 കണ്ടുപിടിച്ചത് അത് ഇവിടെ ഇട്ട് കൊടുക്കാം, ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എക്സ് മൈനസ് 20 ഈക്വൽ ടു 2. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 പ്ലസ് 20, എക്സ് ഈക്വൽ ടു 22. അപ്പോൾ ഇതാണ് ആരുടെ വയസ്സ്, റഹീമിൻ്റെ വയസ്സ്, 22 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് റഹീമിൻ്റെ വയസ്സ്, അത് നമുക്ക് 22 എന്ന് കിട്ടി. രാമുവിൻ്റെ വയസ്സ് y, അത് നമുക്ക് 10 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ റഹീമിൻ്റെ വയസ്സ് 22, രാമുവിൻ്റെ വയസ്സ് എത്രയാണ്, 10. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ പ്രോബ്ലം സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് വെച്ചിട്ട് വേണം നമ്മൾ കണ്ടീഷൻ എഴുതി ഇക്വേഷൻ ഫോം ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്ത് നോക്കുക. ഒരു വട്ടം ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിലും റിപ്പീറ്റഡായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ ഒരു വട്ടം ചെയ്ത് നോക്കിയതിന് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും നിങ്ങൾ സ്വയം ബുക്കിൽ തന്നെ ചെയ്ത് പഠിക്കുക. തന്നെ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ വീണ്ടും സ്റ്റെപ്സ് ഒക്കെ ഒന്നുകൂടെ നോക്കിയതിന് ശേഷം വീണ്ടും ചെയ്ത് പഠിക്കുക. അപ്പോൾ എവിടെയാണ് തെറ്റുന്നതെന്ന് മനസ്സിലാക്കി വീണ്ടും ചെയ്ത് പഠിച്ച് കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ.